ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് എളുപ്പത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള പുഡിങ്ങാണ് ആപ്പിൾ പുഡിങ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണ്ടേന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു പുഡിങ്ങിലേക്കായിട്ട് ഒരു ആപ്പിൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ കുരു കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താണ്, തൊലിയോടുകൂടി തന്നെ കട്ട് ചെയ്തെടുത്താണ്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ഗ്ലാസ് പാലാണ് മൊത്തത്തിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ആപ്പിൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് അരഞ്ഞ് കിട്ടണം. അപ്പോൾ ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് അരച്ച് നോക്കുക. എന്നിട്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയില്ലെങ്കിൽ മാത്രം ബാക്കി പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് പാലായി കഴിഞ്ഞാലും ചിലപ്പോൾ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നന്നായിട്ട് അത്യാവശ്യം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ജ്യൂസ് അരിക്കുന്ന അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. ആപ്പിളിൻ്റെ തൊലിയൊക്കെ അരയാതെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടിക്കോളും. നല്ലോണം അരിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സാക്കി എടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് പാൽ കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കണം. കോൺഫ്ലവർ ചേർത്ത് കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇപ്പോൾ 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. നിറച്ച് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കസ്റ്റാർഡ് പൗഡറൊന്നും അല്ല എടുക്കുന്നത്, കോൺഫ്ലവറാണ്. ഇപ്പോൾ നല്ലോണം കട്ടയില്ലാണ്ട് മിക്സാക്കി എടുക്കാം. കോൺഫ്ലവർ കൂടെ ചേർത്ത് നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കോൺഫ്ലവറൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കുറുകി കിട്ടും, പക്ഷേ വെന്ത ടേസ്റ്റ് ഉണ്ടാവില്ല. കോൺഫ്ലവറിൻ്റെ ആ പച്ച ടേസ്റ്റ് തന്നെ മുന്നിട്ട് നിൽക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് ഇത് വെന്ത് കിട്ടിയാൽ മാത്രമാണ് പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പുഡിങ്ങൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ തണുപ്പിച്ച് കഴിക്കുന്ന സമയത്ത് 1/2 കപ്പ് പഞ്ചസാര ഈ ഒരു അളവിലേക്ക് കറക്റ്റ് തന്നെയാണ്. ഇപ്പോൾ നല്ലപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറുക്കിയെടുത്താൽ മതി. അത്യാവശ്യം നന്നായിട്ട് തന്നെ കോൺഫ്ലവർ ഒന്ന് വെന്ത് കിട്ടണം. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് തയ്യാറാക്കുന്ന പുഡിങ്ങിനേക്കാളും കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കണം. എന്നാലാണ് കറക്റ്റായിട്ട് പുഡിങ് സെറ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു പാകമായിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് കുറുകി വരണം. ഇപ്പോൾ പുഡിങ് അത്യാവശ്യം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിൽ 7 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം അനുസരിച്ച് വ്യത്യാസം വരാൻ ടൈമിൽ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പുഡിങ്ങാണ്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ആദ്യം മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കി നോക്കാം. കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ ഫംഗ്ഷനൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ ഈ പുഡിങ് തണുക്കാനായിട്ട് നമുക്ക് 1 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ആ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ പുഡിങ് കൂടെ തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ആപ്പിളിൻ്റെ മിക്സ് കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഒരു സോസ് പാൻ എടുക്കുക. അതിലേക്ക് കുരുവും തൊലിയും കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ആപ്പിൾ ഒരെണ്ണം ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ബട്ടർ, 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡർ, നമ്മുടെ പട്ട പൊടിച്ചതാണ്, കറുകപ്പട്ട പൊടിച്ചെടുത്തതാണ്. ഇതിന് പകരമായിട്ട് 1 പീസ് കറുകപ്പട്ട ചെറുത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ബട്ടറിന് പകരമായിട്ട് നമുക്ക് നെയ്യ് വേണമെങ്കിലും ചേർക്കാം. ബട്ടർ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. നല്ലോണം ഒന്ന് വഴറ്റി ആപ്പിളൊക്കെ നല്ല സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ബട്ടർ ഉപ്പില്ലാത്ത ബട്ടറാണ്. അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ഉപ്പില്ലാത്ത ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പുഡിങ് റെഡിയാക്കുന്ന സമയത്ത് ഒരുമിച്ച് വിളമ്പുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെയാണ് സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ ഏത് രീതിയിലാണോ നമുക്ക് ഇഷ്ടം ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആപ്പിളിൻ്റെ പീസ് കടിക്കാൻ കിട്ടും.
ഇപ്പോൾ ഗാർണിഷിങ്ങിനായിട്ട് ഇതുപോലെ ഓരോ പുതിനയുടെ ഇലയും കൂടെ വെച്ച് കൊടുക്കുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള സൂപ്പർ ആൻഡ് ഈസി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റിയ ഈസി റെസിപ്പിയാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും എപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിലുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മടിക്കാതെ അതുകൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ വീണ്ടും നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.